കണ്ണുകൾ ഉയർത്തുന്നു. എനിക്കു സഹായം എവിടെ നിന്നു വരും? എനിക്കു സഹായം കർത്താവിൽ നിന്നു വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്നു വരുന്നു. നിന്റെ കാൽ വഴുതാനവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. നിന്റെ കാൽ വഴുതാനവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. കർത്താവാണു നിന്റെ കാവൽക്കാരൻ. നിനക്കു തണലേകാൻ അവിടുന്നു നിന്റെ വലതുഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളുന്നവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നുമെന്നേക്കും കാത്തുകൊള്ളും. ഇന്നുമെന്നേക്കും കാത്തുകൊള്ളും. ഇന്നുമെന്നേക്കും കാത്തുകൊള്ളും. ഇന്നുമെന്നേക്കും കാത്തുകൊള്ളും. ഇന്നുമെന്നേക്കും കാത്തുകൊള്ളും. ഇന്നീ പ്രഭാതം പൊട്ടിവിടരുമ്പോൾ എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ദൈവസ്നേഹത്തിൻ്റെ കരുത്താർന്ന കരുതൽ തിരിച്ചറിയാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കരുതലുള്ളവനാണ് ദൈവം. ഇസ്രായേലിൻ്റെ ദൈവം മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. തണലേകാൻ വലതുഭാഗത്തുണ്ട്. ഈ സങ്കീർത്തനം ആരംഭിക്കുമ്പോൾ ഇപ്രകാരമാണ് പറയുന്നത്: പർവ്വതത്തിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് ലഭിക്കും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു എന്ന വചനം പറയുന്നത്. എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ഇസ്രായേലിൻ്റെ ഇടയൻ സഹായഹസ്തം നീട്ടി മുമ്പിലും പിമ്പിലും അവൻ്റെ കരുതൽ മുകളിലും താഴെയും ഇരുവശങ്ങളിലും ഉണ്ട്. നമുക്ക് പഴയ നിയമ ചരിത്രമറിയാം. ഇസ്രായേൽ ജനജീവിതത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളുടെ മധ്യേ അവൻ സമാഗമ കൂടാരത്തിലുണ്ടായിരുന്നു. ആ ജനത്തിൻ്റെ യാത്രയിൽ രാത്രി അഗ്നിസ്തംഭമായി, പകൽ തണുവുള്ളൊരു മേഘസ്തംഭമായി കൂടെ ഉണ്ടായിരുന്നു. അവർക്ക് ദാഹിച്ചപ്പോൾ മരുഭൂമിയിലെ
പാറക്കെട്ടിൽ വെള്ളം കരുതി വെച്ചവൻ, നല്ല തണുത്ത ശുദ്ധജലം കരുതി വെച്ചവൻ. അവർക്ക് വിശന്നപ്പോൾ മാനം തുറന്ന് മഴ പോലെ മന്ന പെയ്ച്ചു കൊടുത്തവൻ. അവർക്ക് ഇറച്ചി വേണമെന്ന് പറഞ്ഞപ്പോൾ കാറ്റയച്ച് കാടപ്പക്ഷി അയച്ചു കൊടുത്തവൻ. ശത്രുക്കൾക്കെതിരെ പോരാടിയ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ജബൂസ്യരെയും ഹിവ്യരെയും ഹിത്യരെയും അമോര്യരെയും കാനാന്യരെയും ഒക്കെ തോൽപ്പിച്ച് ഇസ്രായേൽ ജനത്തെ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് എത്തിച്ചവൻ. ചരിത്രം നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളും ഉൾപ്പുളകം ചാർത്തുന്ന ഒന്നായിരിക്കണം. അതുകൊണ്ട് ചരിത്രം പഠിക്കണം. വചനത്തിൻ്റെ ആ വലിയ അത്ഭുതകരമായ അനുഭവം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് പറയാൻ കാരണം, ഇന്ന് ഈ ദിവസം, ഇനി വരും ദിവസങ്ങളിലും ചരിത്രത്തിലുള്ള ദൈവം ഇന്ന് നിൻ്റെ വ്യക്തി ജീവിതത്തിലും ഇടപെടുന്നു. വെറും ചരിത്രത്തിലുള്ള ദൈവമല്ല, നിൻ്റെ അനുദിന ജീവിതത്തിൽ ഇടപെടുന്ന ദൈവമാണ്. വചനം നിത്യം നിലനിൽക്കുന്നതാണല്ലോ. ഒരു ചരിത്രമായിട്ട് മാത്രം അതിനെ കാണാതെ ഇന്നും എന്നും എപ്പോഴും ജീവിക്കുന്ന ദൈവത്തിൻ്റെ കരുതൽ ഉള്ളവളാണ് നീ എന്ന് തിരിച്ചറിയാൻ പറഞ്ഞതാണ്. നിന്റെ ദൈവം ഉറങ്ങാതെ മയങ്ങാതെ കണ്ണിമ ചലിക്കാതെ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവമാണ്. നിന്നെ സ്നേഹിക്കാനും നിന്നെ സഹായിക്കാനും ഏതറ്റം വരെയും പോകാൻ മനസ്സ് കാണിക്കുന്ന ഒരു ദൈവമാണ്. ദൈവസ്നേഹത്തിൻ്റെ മാക്സിമമാണ് എന്ത്? കുരിശ്. ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് വെറും വാക്കിലല്ല, വാക്കിലും പ്രവൃത്തിയിലുമായിരുന്നു. എന്തായിരുന്നു പ്രവൃത്തി? ദൈവസ്നേഹത്തിൻ്റെ അങ്ങേയറ്റം കുരിശിൽ മരിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. സ്നേഹത്തിൻ്റെ അളക്കുന്ന ഉരകല്ല് ത്യാഗമാണല്ലോ. ആ ത്യാഗത്തിൻ്റെ മാക്സിമം അനുഭവിച്ചു. അത്രയും കാമ്യമായ കാമ്പുള്ള സ്നേഹത്തിൻ്റെ കരുത്താർന്ന പേരാണ് ക്രിസ്തു, തമ്പുരാൻ, ദൈവം. ആ ദൈവമാണ് നിൻ്റെ കൂട്ട്. എനിക്ക് മനസ്സിനെ വല്ലാതെ സ്പർശിച്ച ഒരു വചനമുണ്ട്. എല്ലാം നല്ല സ്പർശിക്കുന്ന വചനങ്ങളാണെങ്കിലും ചിലതൊക്കെ നമ്മളെ ചില പ്രത്യേക അവസരങ്ങളിൽ പ്രചോദിപ്പിക്കുമല്ലോ. അങ്ങനെ ഒന്ന് യെശയ്യായുടെ പ്രവചനത്തിൻ്റെ 40-ാമത്തെ അധ്യായം 11-ാം വാക്യത്തിലുണ്ട്. ഇപ്രകാരമാണ്: ഇടയനെ പോലെ അവിടുന്ന് തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുന്നു. അവിടുന്ന് ആട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോടണച്ച് തള്ളയാടുകളെ സാവധാനം നയിക്കുന്നു. നെഞ്ചോട് ചേർക്കുന്നവൻ, സാവധാനത്തിൽ നയിക്കുന്നവൻ കരുതലിൻ്റെ ഒരു ഭാഗമാണ്. ബഹളങ്ങളൊന്നുമില്ല, പരിഭവങ്ങളൊന്നുമില്ല, വിഷമങ്ങൾ അറിയിക്കില്ല. എല്ലാത്തിലും മുമ്പിൽ, എല്ലാത്തിനും പിമ്പിൽ, ഇരുവശങ്ങളിൽ, മധ്യത്തിൽ ഒക്കെ ഉണ്ട്. ആവതില്ലാത്തതിനെ നെഞ്ചോട് ചേർക്കുന്നവൻ, ആവതുള്ളതിനെ ബഹളങ്ങളൊന്നും കൂട്ടാതെ സാവധാനത്തിൽ മേയ്ക്കുന്നവൻ. സങ്കീർത്തനം 23: പച്ചയായ പുൽത്തകടിയിൽ വിശ്രമമരുളി പ്രശാന്തമായ ജലാശയത്തിലേക്ക് നയിക്കുന്നവൻ. കരുത്താണത്, അത് കരുതലാണ്. ഈ ദൈവമാണ് എൻ്റെ ദൈവമെന്ന് പറയുന്നതിൽ അഭിമാനിക്കണം. ഇന്നത്തെ പ്രഭാതം നിൻ്റെ ജീവിതത്തിൽ അഭിമാനത്തിന് ഓരോ വലിയ മുഹൂർത്തമായി മാറട്ടെ. നിൻ്റെ ചിന്താമണ്ഡലങ്ങളിൽ, നിൻ്റെ ജീവിത സാഹചര്യങ്ങളിലെ വിവിധ അവസ്ഥകളിൽ ഈ ഒരു ചിന്ത അധികരിച്ച് നിൽക്കട്ടെ. വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ എൻ്റെ ദൈവം കരുത്തുള്ള ദൈവമാണ്, എന്നെ സംരക്ഷിക്കാൻ കെൽപ്പുള്ള ദൈവമാണ്. പരാജയങ്ങളിൽ ഞാൻ വീണു പോവില്ല. പൈശാചിക നാരകീയ ശക്തികൾക്ക് എന്നെ അടിപ്പെടുത്താൻ പറ്റില്ല. ഇനി ഏതെങ്കിലുമൊക്കെ ദുഃഖങ്ങളും വേദനകളും ഉണ്ടായാൽ തന്നെ കണ്ണീർ തുടച്ചു മാറ്റുന്നൊരു ദൈവമാണ്. യെശയ്യായുടെ പ്രവചനം 25-ാമത്തെ അധ്യായത്തിൽ ആവർത്തിക്കുന്നുണ്ട്. 8-ാം വാക്യത്തിൽ കണ്ണീർ തുടയ്ക്കുന്ന ദൈവം, മരണത്തെ എന്നേക്കുമായി ഗ്രസിക്കുന്ന ദൈവം, മനുഷ്യന്റെ അപമാനം ഭൂമിയിൽ സർവ്വയിടത്തു നിന്നും നീക്കം ചെയ്യുന്ന ദൈവം. യെശയ്യാ 25:8. ആ ഒരു ദൈവത്തിൻ്റെ കരുത്താണ്. കർത്താവിൽ നിന്ന് സഹായം ലഭിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ എൻ്റെ സഹായകൻ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഞാനൊന്ന് വിളിച്ചാൽ ഓടി എൻ്റെ അരികിലെത്തുന്നു. ഞാൻ നിനക്ക് വേണ്ടിയിട്ടാണെന്ന് അവൻ പറയുകയാണ്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ അറിഞ്ഞു. 139-ാമത്തെ സങ്കീർത്തനം പറ്റുകയാണെങ്കിൽ ഇന്നൊന്ന് വായിക്കണേ. എല്ലാം അറിയുന്ന ഒരു ദൈവത്തെക്കുറിച്ച് അവിടെ പറയുന്നത്, എല്ലാം കാണുന്നൊരു ദൈവം. അവിടെ പറയുകയാണ്,
ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു. എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. ഒരു വാക്ക് എൻ്റെ നാവിലെത്തുന്നതിന് മുൻപേ കർത്താവെ അത് അവിടുന്ന് അറിയുന്നു. എല്ലാം അറിയുന്നൊരു ദൈവം, എന്നെയും നിന്നെയും വ്യക്തിപരമായി പേര് ചൊല്ലി വിളിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ദൈവം, അത്രമാത്രം ഹൃദയാർദ്രതയുള്ള ഒരു ദൈവം, പേര് ചൊല്ലി വിളിക്കാൻ പാകത്തിൽ ഇഷ്ടമുള്ള ഒരു ദൈവം. എൻ്റെ ആദ്യ കാലം അറിയാം, എൻ്റെ അവസാന കാലം അറിയാം. ഞാൻ എവിടെ പോയി ഒളിച്ചാലും, ഞാൻ എവിടെ കാത്തിരുന്നാലും എന്നെ അറിയാവുന്നൊരു ദൈവം. വചനം പറയുകയാണ്, 139 സങ്കീർത്തനം 15 വാക്യം, ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുമ്പോഴും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. ഞാനിത് വായിച്ചത്, ഈ വചനം പങ്കുവെച്ചത്, എല്ലാം അറിയുന്ന ഒരു ദൈവം നിന്നെ സ്നേഹിക്കാതിരിക്കുമോ? നിന്നെ കരുതാതിരിക്കുമോ? കരുതും. നിനക്ക് ആശ്രയിക്കാൻ പറ്റിയ ഒരു ദൈവമാണ്. എന്തും പറയാവുന്ന ഒരു കൂട്ടുകാരന്, മറ്റാരേക്കാളും ഉപരി ആശ്രയിക്കാൻ. അതുകൊണ്ട് സങ്കീർത്തനത്തിൻ്റെ ഭാഷ എനിക്ക് ആശ്രയിക്കാൻ പറ്റിയ കോട്ട, ശക്തിദുർഗം, ഉയർന്ന പാറ എന്നൊക്കെ വിശേഷിപ്പിക്കും. കാരണം ഇത് അനുഭവിച്ച വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കർത്താവിനോടൊപ്പം ആയിരിക്കുന്നത്, അല്ലേ? അവൻ്റെ ഭവനത്തിലായിരിക്കുന്നത് അന്യസ്ഥലത്ത് 1000 ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം അഭികാമ്യമാണെന്ന് വചനം പറയുമ്പോൾ ദൈവത്തോടൊപ്പമായിരിക്കുന്നത് അത്രമാത്രം സന്തോഷമാണ്. ഞാൻ പറഞ്ഞു വെച്ചത്, അവൻ കരുത്താണ്, കരുതലാണ്. എവിടെയാണ് നിന്റെ സമാധാനം ഇരിക്കുന്നത്? മറ്റെവിടേക്കാണ് നീ പോകുന്നത്? മദ്യപാനത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ ഒന്നും പിടിയിൽ നീ അമരേണ്ട കാര്യമില്ല. നോക്കാൻ പോലും പോകണ്ട. മറ്റൊന്നിലേക്കും നീ ആകർഷിക്കപ്പെടേണ്ട. നിന്റെ ചിന്ത നിന്റെ ദൈവത്തിലായിരിക്കണം. കാരണം അവൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നവനാണ്. ഞാൻ പറയട്ടെ, യോഹന്നാന്റെ സുവിശേഷം വളരെ ഹൃദയാർദ്രതയുടെ ഒരു സുവിശേഷമാണ്. സ്നേഹഗായകനായ യോഹന്നാൻ പറഞ്ഞു വെക്കുന്ന ചില സംഗതികൾ മനസ്സിനെ വല്ലാതെ സമാധാനിപ്പിച്ചതാണ്. അവിടെ കുറേ ഞാൻ വചനങ്ങളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ, വചനം വായിച്ചപ്പോൾ, വചനം ധ്യാനിച്ചപ്പോൾ കിട്ടിയ എൻ്റെ മനസ്സിലുണ്ടായ ചില ചിന്തകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിലും ഉണ്ടാവും, തീർച്ചയാണ്. പക്ഷേ ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ മനസ്സിലേക്ക് സമാധാനത്തിൻ്റെ ഈ വചനം ഞാനൊന്ന് കോറിയിടട്ടെ. വചനം പറയുന്നു, കുറേ ഞാൻ വചനങ്ങൾ. എന്താണെന്നറിയാമോ? യോഹന്നാന്റെ സുവിശേഷം 6:35 ഞാൻ ജീവൻ്റെ അപ്പമാണ്, ഞാൻ ജീവൻ്റെ അപ്പമാണ്. കുറേ ഞാൻ വചനങ്ങളാണ്. ഞാൻ ഇന്നതാണെന്ന് പറഞ്ഞു വെക്കുകയാണ്. 6:35 യോഹന്നാൻ 6:35 ഞാൻ ജീവൻ്റെ അപ്പമാണ്, എന്നെ കഴിക്ക്, എന്നെ കുടിക്ക്. ആരെങ്കിലും ഈ അപ്പത്തിൽ ഭക്ഷിച്ചാൽ, ഈ രക്തം പാനം ചെയ്താൽ അവൻ ഒരു കാലത്തും വിശക്കില്ല, ഒരു കാലത്തും ദാഹിക്കില്ല. സഹായം കർത്താവിൽ നിന്നാ മക്കളെ. മറ്റെവിടെയാണ് നീ ആശ്രയിക്കുന്നത്? ഈ ഭൗമികമായിട്ടുള്ള ആനന്ദത്തിൻ്റെ പാരമ്യങ്ങളിൽ ജീവിക്കാൻ ശ്രമിച്ചാൽ പരാജയം സത്യമാണ്. 1 അല്ല, 100 അല്ല, 1000കണക്കിന് ഉദാഹരണങ്ങൾ കണ്ടവരല്ലേ നമ്മൾ. സമാധാനത്തിനും ഉദരപൂരണത്തിനുമായി പാഞ്ഞു നടത്തിട്ട് എന്തുണ്ടായി? ഒന്നും ലഭിച്ചില്ല. ലഭിച്ചതൊക്കെ പരാജയങ്ങളും നിരർത്ഥകതകളുമാണ്. എല്ലാം നശിച്ചവരായിപ്പോയി. പക്ഷെ ഇവിടെ ഒരു ക്ഷണമാണ്. നിന്റെ ദൈവം, ഇസ്രായേലിൻ്റെ അജപാലകൻ, മയങ്ങാത്തവൻ, ഉറങ്ങാത്തവൻ വിളിക്കുകയാ, വന്ന് എന്നെ കഴിക്ക്, എന്നെ കുടിക്ക്. നിനക്ക് എന്നും ശാന്തതയുണ്ടാവാൻ, സമാധാനമുണ്ടാവാൻ, നിന്റെ യഥാർത്ഥ ഭക്ഷണമായി പാനീയമായി ഞാനുണ്ട്. അപ്പം ഞാൻ ജീവൻ്റെ അപ്പമാണ്, എന്നെ കഴിക്കണം. നീ എൻ്റെ അടുക്കിലേക്ക് വാ, മറ്റെവിടേക്കുമല്ല, എൻ്റെ അടുക്കിലേക്ക്. യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 12-ാം വാക്യം, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല. വളരെ ഇത്തരണത്തിൽ ചിന്തിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ നീ ചിന്തിക്കണം, യഥാർത്ഥ പ്രകാശം നിന്റെ ദൈവമാണ്, ഈശോയാണ്. അതിലേക്ക് നീ കടന്നു വരണം, മറ്റെവിടേക്കുമല്ല, ക്രിസ്തുവിലേക്ക്. ക്രിസ്തു എന്ന
സത്യത്തിലേക്ക്, യഥാർത്ഥ പ്രകാശത്തിലേക്ക് കടന്നു വരാൻ മനസ്സ് കാണിക്കണം. ഈ ലോകത്തിൻ്റെ അന്ധകാരത്തെ വകഞ്ഞു മാറ്റാനായിട്ടുള്ളൊരു വെല്ലുവിളി നൽകപ്പെടുകയാണ്. യഥാർത്ഥ പ്രകാശമായ ഈശോയിലേക്ക് നീ കടന്നു വന്നേ പറ്റൂ. അന്ധകാരം ഇങ്ങനെ അതിൻ്റെ മൂർത്തമായ കരങ്ങൾ നീട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ പിടഞ്ഞ് കണ്ണ് തെറ്റി വീഴാതിരിക്കാൻ, ജീവൻ നശിക്കാതിരിക്കാൻ ഉള്ള ക്ഷണമാണ് നിന്റെ അജപാലകൻ, നിന്റെ ഈശോ വിളിക്കുന്നു. അതേ ഈ പ്രഭാതത്തിൽ നമ്മുടെ മനോമുഖരത്തിൽ ഒരു പുതിയ ജീവനായിട്ട് ഉയരണം. എൻ്റെ ദൈവം ഒരു കാലത്തും അകലെയല്ല. അവൻ അപ്പമാണ്, അവൻ പ്രകാശമാണ്. എൻ്റെ കണ്ണിൻ്റെ ഇരുട്ടിനെ മാറ്റുന്ന, നേരായ വഴികളിലേക്ക്, നേരായ ചിന്തകളിലേക്ക് എന്നെ പ്രേരിപ്പിക്കുന്ന പ്രേരണയാണ് എൻ്റെ ദൈവം. അപ്പോൾ യോഹന്നാൻ 6:35, 8:12 മറക്കരുത്. വീണ്ടും 10-ാമത്തെ അധ്യായം 9-ാം വാക്യം പറയുകയാണ്. ഞാൻ ഈ വചനമൊക്കെ പറയണത് എന്തിനാ പ്രിയമുള്ളവരെ? ഈ പ്രഭാതത്തിൽ നമ്മുടെ ചിന്ത പറ്റിപ്പോവരുത്, അകന്നു പോവരുത്. നിന്റെ ദൈവം കരുതുന്ന ദൈവമാണ്, കാവലാകുന്ന ദൈവമാണ്. അകലെയുള്ളവനല്ല, തൊട്ടടുത്ത്, ഏറ്റവും അടുത്ത സ്നേഹിതൻ, അതിനുമപ്പുറത്ത് നിന്നേക്കാളും പരിക്ഷീണിതനാകുന്നവൻ. നീ ക്ഷീണിതനാണെങ്കിൽ നിനക്ക് വേണ്ടി നിന്നേക്കാളും പരിക്ഷീണിതനാകുന്നൊരു ദൈവമാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അത്രമാത്രം സ്നേഹമാണ്. എനിക്ക് 1 100% ഉറപ്പാ, 90 100% ഉറപ്പാ, അതിലും ഉറപ്പാ സ്നേഹമാണ് അവിടുന്ന്. 10-ാമത്തെ യോഹന്നാൻ സുവിശേഷം 10-ാമത്തെ അധ്യായം 9-ാം വാക്യം പറയുക, ഞാൻ വാതിലാണെന്ന്. അപ്പം ഞാൻ വചനങ്ങളാണ്, ഞാൻ വാതിലാണ്. വാതിലെന്ന് വെച്ചാൽ ആത്മീയ പിതാക്കന്മാരും ധ്യാന പ്രഘോഷകരുമൊക്കെ ആവർത്തിച്ച് പറയുന്നൊരു വാക്യമുണ്ട്, വാതിൽ. ആ വാതിലിനെ കുറിച്ച് മനോഹരമായി ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു, വാ ഇതിലേ, വാ ഇതിലേ. ഞാൻ വാതിലാണ്. ആരെങ്കിലും ഈ വാതിലൂടെ അകത്ത് പ്രവേശിച്ചാൽ അവൻ അകത്ത് വരികയും ശേഷം പുറത്തു പോവുകയും മേച്ചിൽ പുറം കണ്ടെത്തുകയും ചെയ്യും. നിങ്ങൾ എന്നിലേക്ക് വാ, നിങ്ങളെ അറിയുന്ന എന്നിലേക്ക് വാ. മറ്റെവിടെ പോയാലും സമാധാനം കിട്ടുമെന്ന് നീ ചിന്തിക്കരുത്. ഒരുപക്ഷെ സമാധാനം തേടി നിന്റെ സൗഹൃദങ്ങൾക്കിടയിൽ, നിന്റെ ഇഷ്ടങ്ങൾക്കിടയിൽ നീ രമിക്കാൻ പോയാൽ അത് നിത്യനാശത്തിലേക്ക്, നിത്യ ദുഃഖത്തിലേക്ക്, അതിൻ്റെയൊക്കെ മാക്സിമമായ നരകത്തിലേക്ക് തള്ളിയിടുന്നതാവാം ആണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ക്ഷണമാണ്, നീ എന്നിലേക്ക് വാ, ഞാനിവിടെ ഉണ്ട്. എൻ്റെ ഹൃദയം നിനക്ക് വേണ്ടി കാത്തിരിക്കുക, തുടിക്കുകയാണ്. നീ മെച്ചിൽപ്പുറം കണ്ടെത്തണമെങ്കിൽ, നീ സമാധാനം കണ്ടെത്തണമെങ്കിൽ, അവരുടെ മുഖങ്ങളിൽ സന്തോഷത്തിൻ്റെ ചിരി, മായാത്ത ചിരി കാണണമെങ്കിൽ, ജീവിത പങ്കാളിയുടെ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ, മക്കളുടെ കുസൃതിത്തരങ്ങൾക്കിടയിലും അവരുടെ സ്നേഹസുന്ദരമായ വദനങ്ങൾ ആസ്വദിക്കണമെങ്കിൽ നീ എൻ്റെ അടുക്കിലേക്ക് വാ. നിന്റെ മാതാപിതാക്കളുടെ കഷ്ടപ്പാടും നൊമ്പരങ്ങളും അറിയണമെങ്കിൽ നീ എൻ്റെ അടുക്കിലേക്ക് വാ. എൻ്റെ വാതിൽ, ഞാനാകുന്ന വാതിലൂടെ പ്രവേശിച്ച് പുറത്തു പോകുമ്പോൾ നിനക്ക് കാണാൻ പറ്റും. നിന്റെ കണ്ണുകൾ അത് ശോഭയുള്ളതായിരിക്കും. നീ കാണുന്നതൊക്കെ നന്മയായിരിക്കും, സന്തോഷമായിരിക്കും. ഞാൻ പുനരുത്ഥാനവും ജീവനുമാണെന്ന് 11-ാമത്തെ അധ്യായം 25-ാം വാക്യം പറയുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം. യോഹന്നാന്റെ സുവിശേഷം 14:6 ഞാൻ വഴിയും സത്യവും ജീവനുമാണെന്ന് പറയുന്നു. 15-ാം അധ്യായം 1-ാം വാക്യം ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരുമാണെന്ന് പറയുന്നു. അങ്ങനെ ഞാൻ വചനങ്ങളിലൂടെ ദൈവം ഒരു വലിയ പ്രേരണയായിട്ട് നിന്റെ ജീവിതത്തിൽ നിൽക്കുകയാണ്. പർവ്വതങ്ങളിലേക്ക് ഞാൻ നോക്കുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരുമെന്നൊന്നും ചിന്തിച്ച് നീ ആകുലചിത്തനാവേണ്ട. സഹായം അടുത്തുണ്ട്, കൂടെയുണ്ട്. ജീവന്റെ അപ്പമായി, പ്രകാശമായി, വാതിലായി, ഇടയനായി, ജീവന്റെ സമൃദ്ധിയായി, വഴിയും സത്യവും ജീവനുമായി, യഥാർത്ഥ കൃഷിക്കാരനായി, അസ്വസ്ഥമാകേണ്ട നിന്റെ ഹൃദയം എന്നാവർത്തിച്ചാവർത്തിച്ച് നിന്റെ കർണപുടങ്ങളിൽ പ്രതിധ്വനിക്കുന്ന സ്വരമായി അവൻ കൂടെയുണ്ട്. ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ചാരത്തേക്ക് ഉള്ള ഒരു ക്ഷണം നിരാകരിക്കാതെ ആ സ്നേഹചാരത്തേക്ക് അമർന്നിരിക്കാൻ അന്ത്യത്താഴ്വേളയിൽ യോഹന്നാൻ യേശുവിൻ്റെ മാറിടത്തിലേക്ക് ചാഞ്ഞതുപോലെ ചാഞ്ഞിരിക്കാൻ ഈ പ്രഭാതം നിനക്ക് അനുഗ്രഹമാവട്ടെ. ഇന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങാകുന്ന കാവൽക്കാരൻ, ഉറങ്ങാത്തവൻ, മയങ്ങാത്തവൻ, നിന്റെ സ്നേഹചാരത്ത് അന്ത്യവിശ്രമം കൊള്ളാൻ, നിന്റെ സ്നേഹചാരത്ത് ജീവിതത്തിൻ്റെ പച്ചപ്പുകളെ കണ്ട് വിശുദ്ധിയുടെ സോപാനങ്ങളിലേക്ക് ഉയരാൻ ഇടയാക്കണമേ. എന്നെയും എൻ്റെ കുടുംബത്തെയും എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഈ ജീവിത സാഹചര്യങ്ങളെ മുഴുവൻ അനുഗ്രഹത്തിൻ്റെ നീർത്തുള്ളിയാൽ നിറച്ച് ഒരു ഹിമബിന്ദു സ്പർശമായി, ഒരു തുഷാരസ്പർശമായി ഉയർത്താൻ ഇടവരുത്തണമേ എന്ന് ഹൃദയംഗമമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ
ഈ പ്രഭാതത്തിൽ, ഈ മധ്യാഹ്നത്തിൽ, ഈ പ്രദോഷത്തിൽ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. പർവ്വതങ്ങളിലേക്കു ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്കു സഹായം എവിടെ നിന്നു വരും? എനിക്കു സഹായം കർത്താവിൽ നിന്നു വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്നു